കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോ സെക്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 16ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്നെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്ത് പറയാനാണ്, ഞാൻ ഒരു ട്രിപ്പ് വരിക്കുമായിരുന്നു. പോയിട്ട് ഇന്നലെ വന്ന് ഞാൻ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ആൻഡ് പനിയാണ്, അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ നിർത്തി തന്നെ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ പനിയാണെന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ ഇരുത്തത്തില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തായാലും റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്ടിയെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്ടിന്റെ വീഡിയോസ് ഉറപ്പായിട്ട് എല്ലാ ദിവസവും വരുന്നതായിരിക്കും. ആൻഡ് അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഞാൻ അതേപോലെ തന്നെ ചോദിക്കുവാണ്. പിന്നെ കുറച്ച് നാൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ അല്ലാത്തതുകൊണ്ട് കുറച്ച് പാടായിരിക്കും ആദ്യത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അറിയിക്കാനായിട്ട് ഒരു 1K ലൈക്കെങ്കിലും തരാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ചങ്മ്യങ്ങും ബേക്ക് ചങ്ങും തമ്മിലുള്ള ആ ഒരു ക്ലാഷ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചങ്മ്യങ്ങിന്റെ പവർ കുറച്ചധികം കൂടുതലായിരുന്നു. ബേക്കിനെ അത് ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. അവനൊട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് ആ കിക്കിന്റെ പവർ കാരണം അവൻ നേരെ തെറിച്ചുപോയി. നേരെ തെറിച്ച് നിലത്ത് വന്ന് വീഴുകയും ചെയ്തു. ചന്മനും അങ്ങനെ നിലത്തേക്ക് വന്നിറങ്ങി. ആ പൊടിയിൽ നിന്ന് അവൻ പതുക്കെ എഴുന്നേക്കാൻ നേരത്ത് ചോദിക്കുകയും ചെയ്യും, അല്ല അതെന്തുവായിരുന്നു? ഇവൻ കാരണം കാര്യങ്ങൾ ശരിക്കും ഡേഞ്ചറസ് ആകേണ്ടതാണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, അവള് യുസിയോൾ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ നിപ്പോണ്ടായിരുന്നു. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള മൊമെന്റാണ് അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങാനും കാരണം അവളെങ്ങനെ ഇപ്പോൾ എണീറ്റിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നമായെന്നോ. അല്ല, അവൾ എണീറ്റില്ലല്ലോ. ഹാ, അത് കൊള്ളാം, അവൾ എണീറ്റിട്ട് പോലുമില്ല. ഇവള് ശരിക്കും വിട്ടിയാണ്, ശരിക്കും വിട്ടി, പമ്പര വിട്ടി. എന്തായാലും ഞങ്ങളുടെ ഫൈൻ്റെ ഇടക്ക് ഇവള് കയറഞ്ഞത് നന്നായി. ഇവളെങ്ങാനും ആ ഒരു ട്രാൻസിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ അതെന്തായാലും കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയി പോയെന്നാം. ചേട്ടാ നായേ, നീ ഇപ്പൊ എന്തുവാടാ ചെയ്തത്? നിനക്കറിഞ്ഞൂടെ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റിന് ഓരോ ട്രാൻസ് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്? അതുകൊള്ളാം, നീയല്ലേ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അവളുടെ ട്രാൻസിനെ നീ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും. അല്ല, ഇവനെന്തൊക്കെയാണ് പറയുന്നത്? ഇവനാണ് എന്റെ നേരെ വന്നത്. അപ്പോ നിനക്ക് വ്യക്തമായി തന്നെ അറിയാം ട്രാൻസ് എന്തുമാത്രം ഒരാൾക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന്. എന്നിട്ട് നീ ആ സോഡ് എന്തിനാണ് ഉയർത്തിക്കൊണ്ട് അവിടേക്ക് ചാടിയത്? എന്ത്? എന്നെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവളെയും കൂടെ നീ ഹേഡ് ചെയ്യാൻ നോക്കുമായിരുന്നോ? അല്ല, നീ അത് കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നിന്ന് തരണോ, അതോ ഞാൻ ചാകണോ? പെട്ടെന്ന് അവിടെ ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, ഈ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എന്താ എല്ലാരും പമ്പര വിഡ്ഢികളാണോ? അല്ല, മെജോറിറ്റി ആൾക്കാർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2-3 സൈക്കോസ് മാത്രമേ ഉണ്ട്. അതിലൊന്ന് ഇവൻ തന്നെയാണ്. അതിന് അതിന് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയൊന്നുമല്ലല്ലോ. കൊല്ലാൻ നോക്കിയതല്ലെന്നോ? ബ്ലഡ് ലെസ്റ്റ് ഉണ്ടായിരുന്നു. നീ നിന്റെ സോട്ട് ക്യൂൻ യൂസ് ചെയ്ത് നീ എൻ്റെ നേരെ ചാടി വന്നിട്ട് എന്തേ നിന്നെ കൊല്ലാൻ നോക്കിയതല്ലെന്നോ? അല്ല, അത് നഷ്ടം. അവൻ പറഞ്ഞാലും ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ബ്ലഡ് ലെസ് യൂസ് ചെയ്ത് എൻ്റെ സോട്ട് ക്യൂൻ യൂസ് ചെയ്തു. പക്ഷേ അതൊക്കെ യൂസ് ചെയ്തിട്ടും അവൻ്റെ ശരീരത്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലല്ലോ. ഈ സമയത്ത് ബേക്കിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇനി ചോദിക്കത്തില്ല, പക്ഷേ നിന്റെ സോഡ് താഴ്ത്തി വെക്കുന്നതാണ് നല്ലത്. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും. അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സീനിയർ ആയിട്ടായിരിക്കത്തില്ല, പകരം ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും. ഓ ശരിക്കും? അതെന്തായാലും കൊള്ളാം. നീ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ആ ടൈമിൽ ചങ്മങ് നൈസിലൊന്ന് തിരിഞ്ഞു നോക്കി. അവളെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അമേസിംഗ് ഉള്ള റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു എൻലൈൻമെന്റ് പ്രോസസ്സ് മറികടന്നാൽ മാത്രം മതി. പിന്നെ ഇത് എക്സ്ട്രീമിൽ ലക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്നതാണ്. മിക്ക മാർഷൽ ആർട്സും ഈ ഒരു സ്റ്റേറ്റ് പോലും കാണാറ് പോലുമില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു വീടാണ്. ഇവൻ വന്ന സ്ഥിതിക്ക് എല്ലാം തന്നെ ഹാ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതെങ്ങനെ കുളമായി കഴിഞ്ഞാൽ അത് നിന്റെ ലക്ക് മാത്രമായിരിക്കും. എന്നാലും മൗണ്ട് ഹോസെക്കിനെ തന്നെ നയിക്കാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നു. അത് വളരെ മോശമായ കുഴപ്പമൊന്നുമില്ല. ഇവനടിച്ച് ഒരു മൂലക്കിട്ട് കഴിഞ്ഞാൽ അത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. നിനക്ക് കുഴപ്പമൊന്നും കാണത്തില്ലല്ലോ. എന്ത്? നീ ഇപ്പം എന്താണ് കുരിപ്പ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നീ സീരിയസ് ആയിട്ടാണല്ലോ എന്നാണ്. നീ എന്നെ കളിയാക്കുവാണോ? എനിക്ക് ചെറിയൊരു കാര്യത്തിൻ്റെ ആലോചന മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ സീനിയർ ജൂനിയർ ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഫൈറ്റ് നമ്മുടെ റെപ്യൂട്ടേഷനെ നന്നായിട്ട് എന്തായാലും ബാധിക്കും. ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമെന്നാണോ നീ വിശ്വസിച്ചിരുന്നത്? നിനക്ക് തെറ്റുപറ്റി. ഇവിടെ നിന്റെ സീനിയേഴ്സും നിന്റെ എൽഡേഴ്സും ആരും തന്നെ ഇല്ല. ഇത് മൗണ്ടൻസിന്റെ ഇടയിലാണ്. ഇവിടെ വെച്ച് നിന്നെ ആരും പ്രൊട്ടക്ട് ചെയ്തിട്ട് പോകുന്നില്ല. നിനക്ക് തരാനുള്ള ഞാൻ തന്നിട്ട് ആ പണിഷ്മെന്റ് അല്ലേ, അത് ഞാൻ ഇങ്ങോട്ട് മേടിച്ചെടുത്തോളാം. ഒരു കുഴപ്പമില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. കുറച്ചധികം നാളായി ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ട്. പക്ഷേ എനിക്ക് മറ്റൊരു ഐഡിയ ഉണ്ട്. അതെന്തായാലും ഒന്ന് കേട്ട് നോക്കിയാലോ? എന്താടാ, നീ വല്ലം പ്ലോട്ട് ചെയ്യാൻ നോക്കുവാണോ? നമ്മുടെ ഇടയിലെ ഒരു വാക്ക് മാത്രം. ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്ത് ഒരാൾ പോലും അറിയാൻ പാടില്ല. എന്ത്? ഞാൻ പറഞ്ഞു വരുന്നത്, നീ ഇപ്പൊ എന്നെ തല്ലി ഒരു മൂലക്കിട്ടാലും ഞാൻ ആരോടും പറയത്തില്ലെന്നാണ്. ആൻഡ് ആ ഒരു ഫൈറ്റ് നിനക്ക് ഓക്കെയാണോ അല്ലയോ? ആ ടൈമിൽ അവനൊന്നും തന്നെ മിണ്ടിയില്ല.
ഇവനെന്താണ് ഈ സ്കീം ചെയ്യുന്നത്? നീ ഈ സിറ്റുവേഷനകത്ത് നിന്ന് പുറത്ത് കടക്കാൻ നോക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അല്ലെന്നേ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ പറ്റി ബോധർ ചെയ്യാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സീനിയേഴ്സ് ആണെന്നോ ജൂനിയേഴ്സ് ആണെന്നോ നോക്കാതെ ഒരു തരത്തിലുള്ള പ്രതികാര ബോധവും ഇല്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഏറ്റവും ബെറ്റർ. നീ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഹയർ അപ്സിന് എടുക്കാൻ പറയത്തില്ല. അതെന്തായാലും നമ്മുടെ ഫ്യൂച്ചറിൽ നല്ലതല്ലേ? ആൻഡ് ആ കാര്യം നിന്റെ മേത്തുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീയും പുറത്ത് പറയാൻ പാടില്ല. എന്തേ? നീ എന്ത് പറയുന്നു? പെട്ടെന്ന് അവനൊന്ന് ചിരിച്ച്. എങ്കിൽ ശരി, നിന്റെ ഈ മാൻലി സൈഡ് അതെന്തായാലും എനിക്ക് തന്നിട്ട് ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഞാൻ ആ വാക്ക് തരുവാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്ത് ഒരാൾ പോലും അറിയത്തില്ല. അപ്പൊ നീ വാക്ക് തന്ന്. അതെ, പക്ഷെ നീയും അത് പാലിക്കണം. തീർച്ചയായും തീർച്ചയായും ഞാൻ ഉറപ്പായിട്ടും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കപ്പൊ തുടങ്ങിയാലോ? ഞാൻ ബേക്ചൻ നിന്റെ സീനിയർ ആയിട്ടല്ല ഇവിടെ സ്പാർച്ചിനായിട്ട് പോകുന്നത്. പകരം നിന്നെ തന്നെ. സ്പാറിങ്ങോ? നീ എന്താ കളിയാക്കുകയാണോ? എന്ത്? ആരാടാ പറഞ്ഞ ഇവിടെ നമ്മൾ സ്പാർ ചെയ്യാനാണ് പോകുന്നതെന്ന്? നീ ചത്ര നായേ. പെട്ടെന്ന് ബേക്കൊന്ന് ഞെട്ടി. അല്ല, ഇവൻ സെക്ടി വന്നിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? ഹേ അല്ലല്ല. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് നിനക്കാണ് ശരിക്കും ഭ്രാന്തെന്നാണ്. അല്ലെങ്കിൽ നീ ഒരിക്കലും എന്നെ ചൊറിയാനായിട്ട് വരത്തില്ലായിരുന്നു. ഈ നായ, നിനക്ക് ശരിക്കും ചാകാൻ ഇത്ര ആഗ്രഹമാണെങ്കിൽ ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് ആ എനർജി ഗ്യാദർ ചെയ്തിട്ട് ചങ്മെങ്ങിനെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ചങ്മെങ്ങിന്റെ ചുറ്റിനും കൂടെ ആ ഒരു അറ്റാക്ക് പോയി. അവൻ ഒറ്റയടിക്കാനെ മനസ്സിലായി അത് ഇലൂഷൻ സോഡാണെന്ന്. അടുത്ത സെക്കൻഡ് ആ സോഡിലേക്ക് അവൻ വീണ്ടും പിടിച്ച് ചങ്മെങ്ങിന്റെ നേരെ ചാടി വന്നു. ഇലൂഷൻ സോഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലംസിയുള്ള മാനറിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും സോഡിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഇതാണ്. ആൻഡ് ഇത് നമ്മുടെ സദേൺ എഡ്ജ് സെക്ടിന്റെ ആ ഒരു റൈച്ചസ് അല ഫാക്ഷൻസ് യൂസ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞ ലീ സോങ് ബെഗ് മൗണ്ട് ഹോസെക്കിന്റെ ആ ഒരു സംഭവം കോപ്പി ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിയിരുന്നു. പക്ഷേ ഇവൻ സദേൺ എഡ്ജ് സെക്ടിന്റെ സംഭവം ക്ലീൻ ആയിട്ട് എന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി പത്തറ്റിക് ആയിട്ടുണ്ട്. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ബേക്ചൻ ചാടി വന്നൊരു അറ്റാക്ക് ചെയ്തപ്പോൾ ചങ്മിങ് അതങ്ങോട്ട് ഡോഡ് ചെയ്തിട്ട് പറയും ചെയ്യും. നാളിതുവരെ ഒരുത്തന് പോലും എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലടാ നായെന്നും പറഞ്ഞോണ്ട് ചങ്മ്യങ് ഒരു പഞ്ച് അങ്ങാട്ട് ചെയ്തു. ആ പഞ്ച് അവന്റെ മുഖത്തിന്റെ പറ്റ വന്ന് നേരെ വന്ന് മുഖത്തിലേക്ക് പതിച്ചു. അടുത്ത സെക്കൻഡ് അവൻ അടിച്ചു നേരെ ബാക്കിലേക്ക് തെറിപ്പിച്ച് കളയായിരുന്നു. അവൻ ചെന്ന് വീണത് അത് മാസീവുള്ള എക്സ്പ്ലോഷൻ ഉണ്ടായി അവന്റെ മുഖത്ത് നിന്ന് ചോര തേർക്കുകയും ചെയ്യും. ചങ്മ്യങ് കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. അവൻ നേരെ നിരത്തേക്ക് കമന്ന് വീഴുകയാണ്. എങ്ങനെയൊക്കെയോ അവനോടെ പിടിച്ച് എണീക്കാൻ നോക്കി. എഴുന്നേക്കട നായെ. എങ്ങനെ? എങ്ങനെ? എങ്ങനെയെന്നാ? അത് കൊള്ളാം. നീ എന്താണ് വിചാരിച്ചത്? ഒരു ക്ലംസിയുള്ള സോഡ് സ്റ്റൈലും ഉണ്ട് നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നോ? പക്ഷേ ഇന്നുവരെ ആരും അതിന്റെ വീക്ക്നെസ് കണ്ടെത്തിയിട്ടില്ലല്ലോ. അത് കൊള്ളാം. അപ്പൊ നീ ശരിക്കും വിഡ്ഢികളായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. വീണ്ടും അവനോടൊന്ന് എഴുന്നേറ്റു. എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്നു. അത് കൊള്ളാം. നീ എണീറ്റ് നിൽക്കുകയാണോ? എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ചെയ്തതിൽ? ഉണ്ട്. നീ മറ്റുള്ളവരെക്കാട്ടും കുറച്ച് മുമ്പിലാണ് എന്നും പറഞ്ഞുകൊണ്ട് നീ ഏറ്റവും മുമ്പിലൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നിന്റെ ജൂനിയേഴ്സ് വരെ നിന്റെ ഒപ്പം എത്താറായിരിക്കുന്നു. നിനക്ക് നിനക്കെങ്ങനെ അതറിയാം? നീ വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. അത് കൊള്ളാം. ഇവൻ ചെയ്ത മിസ്റ്റേക്ക് വളരെ സെയിമാണ് സോങ് ബെക്ക് ചെയ്തതുപോലെ തന്നെ. അല്ല, സ്ട്രേഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവൻ എന്റെ കഴിഞ്ഞ ജന്മത്തിലും പലരും ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ അവസാനം എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സത്യം പറയല്ലോ, നീ മൗണ്ട് ഹോസെക്കിന്റെ ഒരു ഡിസിപ്ലിൻ ആയത് നീ നന്ദി പറയണം. പക്ഷേ നീ മൗണ്ട് ഹോസെക്കിന്റെ പ്രഷ്യസ് അല്ല ഡിസിപ്ലിൻ ആയതുകൊണ്ട് എനിക്ക് ഇടിച്ച് നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട. ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്യത്തില്ല. പകരം എൻ്റെ സോഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്ത്? ചിലർ പറയാറുണ്ട് നമ്മുടെ മൗണ്ട് ഹോസെക്കിന്റെ സോഡ് ടെക്നിക്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് ഈ പ്ലംസ് ബ്ലൂം ചെയ്യുന്നതാണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഈ സോഡ് ടെക്നിക്ക് അറിയാത്തവർ പറയുന്നതാണ്. നമ്മുടെ ടെക്നിക്കിന്റെ യഥാർത്ഥ ഐഡിയ എന്ന് പറയുന്നത് പെട്ടെന്നാണ് സ്റ്റക്കായി. വേണ്ട വേണ്ട, നിനക്കെന്തായാലും പതുക്കെ മനസ്സിലാക്കിക്കോളും. സത്യം പറഞ്ഞാൽ ഒരു കോപ്പും മനസ്സിലായില്ല. ആ, മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടി തരാൻ നിർത്ത്, നിനക്ക് തനിയെ മനസ്സിലാക്കിയോളൂ എന്ന് പറഞ്ഞ് അവൻ ആ സോഡൊന്ന് അനക്കി. അടുത്ത സെക്കൻഡ് ബേക്ചൻ ഞെട്ടി. കാര്യം അവൻ ലിറ്റിൽ കണ്ടത് പല സൈഡിൽ കൂടെ പല അറ്റാക്സ് അവൻ്റെ നേരെ വരുന്നതാണ്. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അവൻ്റെ ലോവർ ബോഡിയിൽ, അവൻ്റെ ഷോൾഡേഴ്സിൽ, റിസ്റ്റിൽ, വേസ്റ്റിൽ, നീസിൽ, ആംഗിൾസിൽ എല്ലാം ഓരോരോ അറ്റാക്ക് ഒന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. അവൻ നേരെ നിലത്തേക്ക് വീണുപോയി. വീണ്ടും ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞ് ഷോൾഡേഴ്സിലേക്ക് ഒരടി കൊടുത്ത് ആ നേരെ നിലത്തേക്ക് വീണു. അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പെട്ടെന്ന് ചെങ്മെങ് അവിടെ ഫൈറ്റ് നിർത്തി. അവൻ പതുക്കെ
തല ഉയർത്തി നോക്കിയപ്പോൾ ചങ്മെങ് ആ സ്വട് മുകളിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നൈസിലൊന്ന് ചിരിച്ചപ്പോൾ അവന് പണി മനസ്സിലായി, എന്തോ വലുത് വരാനുണ്ട്. ഇനി നിന്റെ തലയാണെന്ന് പറഞ്ഞ് അവൻ്റെ തലക്കിട്ട് ഒരു കിണ്ണം കച്ച അറ്റാക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ആ കൈ അങ്ങോട്ട് ഉയർത്തി തല 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 തലെന്ന് പറഞ്ഞ് 5 വട്ടം കാറിക്കൊണ്ട് അവൻ്റെ തലയിലേക്ക് അടിച്ചോണ്ടേയിരുന്നു. ലിറ്ററലി അവൻ്റെ ബോധം പോകറായി. അവസാനം വീണ്ടും ഒരു കിണ്ണം കച്ച അറ്റാക്ക് കൊടുത്തപ്പോഴേക്കും അവൻ്റെ നെറ്റിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ തുണി കഷ്ണം അത് അഴിഞ്ഞുപോയി. നാറി, നീ എന്തിനാടാ 5 വട്ടം കാറിട്ട് 6 തവണ എന്നെ അടിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ ബോധം നൈസിലവിടെ പോയി. കുറച്ച് സമയത്തിന് ശേഷം അവൻ പതുക്കെ കണ്ണ് തുറന്നു. അവന് ബോധം ഏകദേശം റിഗനെ വന്നുകൊണ്ടിരിക്കുവാണ്. കണ്ണൊക്കെ തുറന്നു വന്നപ്പോഴാണ്, നീ എണീറ്റോ? പെട്ടെന്ന് അവൻ ഞെട്ടി. പക്ഷെ അവൻ്റെ തല വേദനിച്ചുകൊണ്ട് അവൻ അനങ്ങാൻ സാധിച്ചില്ല. അവൻ പറയും ചെയ്യും, ഹേ നീ ഞെട്ടുകയൊന്നും വേണ്ട. ആ ടൈമിൽ ബേഗ് ചങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പരാജയപ്പെട്ടു. അതും ഇത്ര എളുപ്പത്തിൽ തന്നെ ഞാൻ പരാജയപ്പെട്ടു. എനിക്കൊരു ചോദ്യമുണ്ട്. എങ്ങനെ നീ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ്ങറായി മാറിയത്? ഹോ, അത് കൊള്ളാം. അവൻ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഫേസ് ചെയ്തല്ലോ. ഈ ഒരു റിയാലിറ്റി അവൻ അക്സെപ്റ്റും ചെയ്തു. ഈവൻ ഇത്രയും പ്രൗഡ്ഫുൾ ആയിട്ടും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും. ആ ടൈമിൽ ചങ്മെങ് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അത് ഞാൻ സ്ട്രോങ്ങർ ആയതുകൊണ്ടല്ല, പകരം നീ വീക്ക് ആയതുകൊണ്ടാണ്. ഞാൻ വീക്കോ? നീ എന്നോട് എന്നെ കുറച്ച് കാണുവാണെന്ന് ചോദിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരവേദന കാരണം അവനത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാൻ ബേഗ് ചങ്, മൗണ്ട് ഹോസക്കിലെ ഒരു സെക്കൻഡ് ക്ലാസ് മാർഷൽ മാസ്റ്ററാണ്. ഈവൻ മൗണ്ട് ഹോസക്കിൻ്റെ ഒരു ഫ്യൂച്ചർ ലീഡർ ആകാനുള്ള ചാൻസ് ഉള്ളവൻ ഞാൻ. അതിന് എവിടെയെങ്കിലും പ്രൂഫ് ഉണ്ടോ നീ വീക്കല്ലെന്ന്? പെട്ടെന്ന് അവൻ ആ കൈ മുന്നിലേക്ക് വെച്ചിട്ട് പറയും ചെയ്യും, നീ പൊട്ടക്കുളത്തിലെ ഒരു തവളയാണ്. പൊട്ടക്കുളത്തിലെ എന്ത്? നീ എന്നെ തവളയാക്കിയാണോ? അല്ല, അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രേസ്. നീ ബാക്കിയുള്ളവരെ വെച്ചൊക്കെ അടുത്ത് കുറച്ച് വലുതായിരിക്കും, പക്ഷെ നീ വെറും പൊട്ടക്കുളത്തിലെ ഒരു തവളയാണ്. നീ വീണ്ടും എന്നെ കളിയാക്കുവാണോ? എന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അവനെൻ്റെ ബോഡി നേരെ നിർത്താൻ പറ്റിയില്ല. സീനിയർ, മൗണ്ട് ഹോസക്കിൻ്റെ അവസ്ഥ താങ്കൾക്ക് വ്യക്തമായി തന്നെ അറിയാമല്ലോ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് വിലയെടുത്തു ഈ സെക്റ്റിനെ എനിക്ക് റിവൈവ് ചെയ്യണം. എങ്കിൽ പറ, നീ എന്തൊക്കെ ചെയ്ത്, എങ്ങനെ ചെയ്ത്, എനിക്കൊന്ന് കേൾക്കണം. ഞാൻ നോക്കിയിട്ട് നീ ഇതുവരെ ഒരു കോപ്പും ചെയ്തിട്ടില്ല. നീയൊക്കെ ഐസൊലേഷൻ ട്രെയിനിന് പോയി ആ ലിറ്റിൽ ഹൗസിൽ കിടന്ന് കുറേ ട്രെയിനിങ് ചെയ്തു തിരിച്ചു വരുന്ന ഒരു നല്ല മദ്യം അടിച്ച് അവിടെയൊക്കെ കറങ്ങി നടക്കുന്നല്ലാതെ നീയൊക്കെ എന്ത് ചെയ്തെന്ന് ഒന്ന് പറഞ്ഞതാ. ആകെപ്പാട് നീയൊക്കെ മനസ്സ് വെച്ച് ചെയ്തിട്ടുള്ളത് ഈ ടി ക്ലാസ് ഡിസിപ്ലിൻസിനെ എല്ലാവരും തന്നെ നിങ്ങൾ ബുള്ളി ചെയ്യുന്നുണ്ട്. അതാണോ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്? ഉള്ളത് പറഞ്ഞാൽ നീ ഒന്നും ഒരു കുന്തവും ഇതുവരെ ചെയ്തിട്ടില്ല. ആകെപ്പാട് ചെയ്തിട്ടുള്ള കുറച്ച് ആർക്കും കൊള്ളാത്ത കുറച്ച് ട്രെയിനിങ് മാത്രമാണ്. അല്ലാതെ നീ ഇവിടെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഹാർഡ് വർക്കല്ല നീ ചെയ്യുന്നത്. നിനക്ക് വേണ്ടത് മൗണ്ട് ഹോസക്കിനെ ഒരു കിങ് എന്ന രീതിയിൽ അവിടെ നിന്ന് റൂൾ ചെയ്യാൻ ഒരു ചാൻസ് മാത്രമാണ്. അതിനു വേണ്ടിയാണ്. കാര്യം നിന്റെ മുകളിൽ ഇപ്പോൾ വലിയ കോമ്പറ്റീഷൻ ഒന്നും അല്ല. നിനക്ക് ആകെപ്പാട് കോമ്പറ്റീഷൻ തരാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് സദേൺ എനർജി സെക്ടർ ആയിരിക്കും. അല്ലല്ലല്ല, ജിങ്ഹോയിലും മറ്റേത് സെക്ടർ എടുത്ത് നോക്കിയാലും ഏത് സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് എടുത്ത് നോക്കിയാലും നിങ്ങളൊക്കെ സ്ട്രോങ്ങർ ആയിരിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നീ ശരിക്കും പൊട്ടക്കുളത്തിലെ ഒരു തവള തന്നെയാണ്. ഞാൻ സ്ട്രോങ്ങർ ആയതുകൊണ്ടല്ല, പകരം നീ വീക്ക് ആയതുകൊണ്ടാണ് ഇവിടെ നീ പരാജയപ്പെട്ടത്. അവനൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ നിന്നെക്കാട്ട് സ്ട്രോങ്ങർ ആയ എത്ര പേര് ഈ സെക്റ്റിലുണ്ട്? നീ എന്ത് വിഡിത്താ പറയുന്നത്? അഫ്കോഴ്സ് ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ്. പക്ഷേ നീ പരാജയപ്പെട്ടത് ഞാൻ സ്ട്രോങ്ങർ ആയതുകൊണ്ടല്ല, നീ വീക്ക് ആയതുകൊണ്ടാണ്. ഈ ഒരു സ്ഥിതിയാണെങ്കിൽ സദേൺ എനർജി സെക്ടറിന് മുമ്പിൽ നിങ്ങൾ എന്തായാലും തൊക്കും. സദേൺ എനർജി അല്ല, ഷാവുളിങ്ങാനിലും വുഡാനാണെങ്കിലും നാംഗുങ്ങാനിലും ഏത് സെക്ടറിന് മുമ്പിൽ ചാടിയാലും നിങ്ങൾ ഉറപ്പായിട്ടും പരാജയപ്പെടും. അതിനൊരു ഡൗട്ടും ഇല്ല. ഞാൻ എഴുതി പറയുകയാണ്. നിങ്ങളിപ്പോഴും ഏറ്റവും നിലത്ത് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. പക്ഷേ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഇവിടെ. എനിക്കറിയാം, വുഡാനാണെങ്കിലും നാംഗും ഫാമിലി ആണെങ്കിലും അവിടെയൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമായിരുന്നോ? എടാ വിട്ടി, ഞാൻ പറഞ്ഞത് നീ ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നല്ല, പകരം നീ ഹാർഡ് വർക്ക് ചെയ്ത് വേറെ കാര്യത്തിനായിരുന്നു എന്ന് മാത്രം. നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നിനക്ക് മാറാൻ സാധിക്കും. നീ ചെയ്തൊക്കെ ഒരു ബൊമ്മയുടെ മുമ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഉപകാരമുണ്ട്, അല്ലാതെ മറ്റെങ്ങും തന്നെ ഇതിനൊന്നും ഒരു ഉപയോഗവും ഇല്ല. ആ ടൈമിൽ അവനൊന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിനക്കറിയാവോ ഞാൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന്? നിന്നെക്കിട്ട് നന്നായിട്ട് എന്തായാലും അറിയാം. നീ പറഞ്ഞു വരുന്നത് നിനക്കെന്നെ സ്ട്രോങ് ആക്കി മാറ്റാൻ പറ്റുമെന്നാണോ? ചങ്മെങ് ഒന്ന് ചിരിച്ചു. അത് പോസിബിളാണ്. ഓഫ് കോഴ്സ് പോസിബിൾ തന്നെയാണ്. പെട്ടെന്ന് അവൻ കടിച്ചമർത്തി നേരെ പതുക്കെ കൈ അങ്ങോട്ട് ഉയർത്തി ബോജായിട്ട് പറയും ചെയ്യും, അങ്ങനെയാണെങ്കിൽ പ്ലീസ് എന്നെ സ്ട്രോങ് ആക്കി മാറ്റൂ. നീ പറയുന്ന എന്ത് ചെയ്യാനും ഞാൻ
തയ്യാറാണ്. എനിക്ക് സ്ട്രോങ്ങറായി മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ജൂനിയർ ആണെങ്കിലും അതെനിക്ക് വിഷയമല്ല. ഇനി ഞാൻ നിന്നെ എൻ്റെ സീനിയറായിട്ട് മാറ്റണമെങ്കിലും അല്ല, നീ ഇനി എൻ്റെ മാസ്റ്ററാണെങ്കിലും എനിക്ക് താല്പര്യമില്ല. ഏ? എനിക്ക് താല്പര്യമില്ലെന്ന്. അല്ല, അതെന്താ? നിനക്ക് നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ ഞാനെന്തിനാണ് അത് ചെയ്യുന്നത്? അതെനിക്ക് എൻ്റെ ഒരു തലവേദന ആയിരിക്കത്തില്ലേ? ഏ? ആ സീനിയർ, താങ്കൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഇവിടെയൊന്നും തീർന്നിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് സെൽഫിഷ് ആയിട്ടുള്ള ഒരു സൈഡുണ്ട്. അവര് വിചാരിക്കുന്നത് അവര് തുടങ്ങിയ പ്രശ്നം അവരായിട്ട് തന്നെ മാറിക്കൊടുക്കാൻ നേരത്ത് അത് അവിടെ തീരുമെന്നാണ്. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെയല്ല. അവര് തുടങ്ങിയ പ്രശ്നം അവര് തുടങ്ങി വെപ്പിച്ച ആളെക്കൊണ്ട് വേണം തീർക്കാനായിട്ട്. നീയൊക്കെ തേർഡ് ക്ലാസ് ഡിസിപ്ലിനെ ബുള്ളി ചെയ്ത് നോക്കിക്കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇത്ര നാള് നീയൊക്കെ ചെയ്തതിലുള്ള ഭവിഷ്യത്ത് ഇനി അങ്ങോട്ട് അനുഭവിച്ചോ. അതായിരിക്കും നിനക്ക് പറ്റിയ കാര്യമെന്ന് പറഞ്ഞപ്പോ ബേക്ചൻ നിന്ന് വിറക്കാൻ തുടങ്ങി. എനിക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ പേടിക്കണ്ട. ഓരോ അടി കഴിയുന്നിടത്ത് നിനക്കത് പതുക്കെ പതുക്കെ മനസ്സിലാവുന്നോളും. എന്തായാലും രാത്രി കുറച്ചുകൂടി ഇല്ലേ? രാത്രി മുഴുവൻ എനിക്ക് നിന്നെ ഇട്ട് പറഞ്ഞത് മറക്കണ്ട. ഇവിടെ പരാജയപ്പെടാൻ കാരണം ഞാൻ സ്ട്രോങ്ങർ ആയതുകൊണ്ടല്ല, നീ വീക്ക് ആയതുകൊണ്ടാണ്. നിന്റെ സോഴ്സ് ബാഡ് ആയതുകൊണ്ടാണ്. നീ ശരിക്കും ഒരു വിഡ്ഢിയായതുകൊണ്ടാണ്. അതിലുപരി നീ എൻ്റെ നേരെ വരാനും പാടില്ലായിരുന്നല്ലാന്ന് പറഞ്ഞ് ചാടി ഒരു അറ്റാക്ക് കണ്ട് ചങ്മൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചങ്മൻ അവിടെ നിൽക്കുന്നതാണ്. ഹാ! എന്ത് സുഖം. സത്യം പറഞ്ഞാൽ ഇപ്പളാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. പെട്ടെന്നാണ് എണീറ്റ് നേരെ സൈഡിലേക്ക് നോക്കി. ആ കുഴപ്പമില്ലല്ലേ? അടിച്ച് കുഴപ്പമില്ല, കുഴപ്പമില്ല. അവനെന്തായാലും എണീറ്റോളും. എണീറ്റ് കഴിയുമ്പോൾ മാറിക്കോളും. എന്നാലും എന്ത് രസമാണ് അവനടിച്ചിട്ട് മൂലക്കിട്ടപ്പോൾ. ഇനി എന്തായാലും കുഴപ്പമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട് യൂസുകളും നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ കാറി. നിനക്ക് നിന്റെ പ്രസൻസെങ്കിലും കുറച്ചൊന്ന് പുറത്ത് കാണിച്ചൂടെ? ഞാൻ കാണിച്ചിരുന്നു. എപ്പാ? ദേ അവനോട്ട് നീ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ, അവനെ നീ ഇടിച്ച് നശിപ്പിച്ചോണ്ടിരുന്നപ്പോൾ ആ നീ അത് കണ്ടോ? ആ കുറച്ചു നേരമായി. അവനൊന്നും തന്നെ മിണ്ടിയില്ല. നീ എന്നെ കൊല്ലാൻ പോകുവാണോ? അല്ലല്ല. ഞാനെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ശരിക്കും കൂടുതലല്ലേ? ഈ ടൈമിൽ അവൻ നേരെ അവളുടെ തലയിലേക്ക് നോക്കി. അല്ല, എന്താ എന്റെ തലയിൽ നോക്കണെ? തലയിൽ വല്ലതും ഉണ്ടോ? അല്ലല്ല. നിന്റെ തലയിൽ എവിടെ അടിച്ചാ നിന്റെ ഓർമ്മ പോകുംന്ന് ആലോചിക്കുവായിരുന്നു. അല്ല, ഞാ ഞാൻ മറന്നു, ഞാൻ മറന്നു. ശരിക്കും? ഞാൻ മറന്നുപോയി. എനിക്കൊന്നും ഓർമ്മയില്ല. ശ്ശേ. ഇവള് മന്ദബുദ്ധിയാണെങ്കിലും ഇവൾക്ക് സർവൈവിങ് ഇൻസ്റ്റൻസ് ഉണ്ട്. അല്ല, ഞാൻ മറഞ്ഞ സ്ഥിതിക്ക് നീ അതെന്നെ പഠിപ്പിച്ചു തരുമോ? ഓഹ്! ദേ തുടങ്ങി. ഇനി എന്തായാലും എനിക്ക് ഇവളെ പറ്റിക്കാൻ പറ്റത്തില്ല. അവൾ ഓൾറെഡി കാണേണ്ടത് കണ്ടു. നിനക്കെന്തിനാണ് അത് പഠിക്കേണ്ടത്? അ അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് വിലകൊടുത്തും ഞാനത് പഠിച്ചേ തീരൂ. അപ്പൊ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയല്ല അവളിത് പഠിക്കുന്നത്. അപ്പൊ നിനക്കത് പഠിക്കണമല്ലേ? ഉം. നീ കിടന്ന് കെഞ്ചിയൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും അത് മൗണ്ട് ഹോസെക്കിന്റെ ഒറിജിനൽ സോ ടെക്നിക്കല്ലേ? നീ അത് ഇവഞ്ച്വലി പഠിച്ചോളും. അതിനത് മൗണ്ട് ഹോസെക്കിൽ നിലവിലില്ലല്ലോ. ഓ! അവൾക്കതും അറിയാല്ലേ? അപ്പോ അവൾക്ക് വ്യക്തമായി തന്നെ അറിയാം ഞാൻ എന്ത് തരത്തിലുള്ള ടെക്നിക്കാണ് ചെയ്തതെന്ന്. ശരിയാണ്. അതിപ്പോ മൗണ്ട് ഹോസെക്കിൽ കറന്റ്ലി ഇല്ല. പക്ഷേ ഉടനെ തിരിച്ചു വന്നോളും. അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻസോ? പെട്ടെന്ന് അവൻ എണീറ്റു. ആ ടൈമിൽ അവൾ നോക്കിയപ്പോൾ അവന്റെ കയ്യിലേക്ക് ആ ഒരു എനർജി അവൻ ഗ്യാദർ ചെയ്തു. എന്നിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. മനോഹരമായിട്ട് അവന്റെ പാത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അതെല്ലാം കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചിരുന്നു. ഇത് സോർഡ് ഓഫ് ദി യു മീഡിയൻ അല്ലേ? ഈ സോ ടെക്നിക്കാണ് ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും ഇന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ ചെയ്തതുപോലെയല്ല. അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഡിഫറൻ്റ് ആണ്. ഈ കാണുന്നത് സോർഡ് ഓഫ് ദി യു മീഡിയൻ അല്ലേ? അതെ. അങ്ങനെ ചങ്മെങ് അതവിടെ നിർത്തി. നിനക്ക് കണ്ടത് മനസ്സിലായോ? നിനക്കെന്തെങ്കിലും മനസ്സിലായോ? ഇല്ലില്ല. അത് കണ്ടിട്ട് എനിക്കൊന്നും തന്നെ പക്ഷെ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ റോള് ഞാനത് ഫുൾഫിൽ ചെയ്യണമെന്നാണ്. ഞാനൊരു സെർട്ടൻ സ്റ്റാൻഡേർഡിലെത്താതെ എനിക്കത് പഠിക്കാൻ പറ്റത്തില്ലെന്നാണ്. നീ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ബേസിക്സ് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്ത് അത് ബിൽഡപ്പ് ചെയ്യണമെന്നാണ്. അല്ലല്ലേ? ഇവൾക്ക് ഇതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ശരിയാണ്. എങ്കിൽ ശരി. പിന്നെ മറ്റൊരു കാര്യം കൂടെ. ഇവിടെ നടന്നത് നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും അത് പഠിപ്പിക്കത്തില്ല. പേടിക്കണ്ട. ആരോടും ഞാനിത് പറയത്തില്ല. ഗുഡ് ഗേൾ. ഞാൻ നിന്റെ സീനിയറാണ്. എങ്കിലും ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ 2 കൊട്ട് കൊടുത്തിട്ട് ചങ്മെങ് നേരെ നടന്നുപോയി. പിന്നെ ഒരു കാര്യം മറക്കണ്ട. ആ വിഡ്ഢീനെ അവൻ്റെ റൂമിൽ കൊണ്ട് ഇട്ടേക്ക് കേട്ടാ. അവനിവിടെ കിടന്നാ ചീഞ്ഞ് നാറും. അതും പറഞ്ഞോണ്ട് ചങ്മെങ് നേരെ തിരിഞ്ഞ് നടന്നു. ഈ ടൈമിൽ അവളവിടെ ഇരിക്കുകയായിരുന്നു. പ്ലം ബ്ലോസംസ്. അച്ഛാ!
പിന്നെ കാണുന്നത് ഒരാൾ പറയുന്നതാണ്, ഞാൻ ഡെഫിനറ്റ്ലി ആ ഒരു സോട്ട് ടെക്നിക്ക് റീസ്റ്റോർ ചെയ്യും. എന്നിട്ട് മൗണ്ട് ഹോസക്കിലേക്ക് തിരിച്ചു പോയി ഞാൻ ഉറപ്പായിട്ടും ക്ഷമ ചോദിക്കുന്നതായിരിക്കും. ഇസിയോൾ, നീ എൻ്റെ കൂടെ മൗണ്ട് ഹോസക്കിലേക്ക് വാ. ഈ ലോകത്ത് അതിലും മികച്ച മറ്റൊരു സ്ഥലം ഒരിക്കലും കാണത്തില്ല. അതും ആലോചിച്ചുകൊണ്ട് പതുക്കെ അവൾ എഴുന്നേറ്റു. എന്നിട്ട് തിരിഞ്ഞിട്ട് പറയും ചെയ്യും, എന്ത് വില കൊടുത്തും ഞാനത് പഠിച്ചിരിക്കണം. പിന്നെ കാണിക്കുന്നത് ചെങ്മിങ് തിരിച്ച് വരുന്നതാണ്. അവിടെയാട്ടെ അവർ രണ്ടുപേരും എണീറ്റിരിക്കുമായിരുന്നു. അല്ല, അവനെത്തി. അത് കൊള്ളാം. നിങ്ങളെന്താണ് ഈ സമയത്ത് എണീറ്റിരിക്കുന്നത്? അല്ലടാ, എന്തെങ്കിലും പറ്റിയോ? എന്തു പറ്റി? അല്ല, സീനിയർ ബേക്ക് ചങ്ങിനെ കണ്ടില്ല. അതുകൊണ്ട് ഗ്രാൻഡ് സീനിയേഴ്സ് എല്ലാവരും ഇവിടേക്ക് വന്നിരുന്നു. എന്ത്? അല്ല, ബേക്ക് ചങ്ങിനെ കണ്ടില്ലെങ്കിൽ അവരെന്താണ് ഇവിടേക്ക് വന്നത്? അല്ല, അതിനെന്തിനാണ് അവരെല്ലാം കൂടി ഇവിടേക്ക് വന്നത്? ഹോ, ഭാഗ്യം. അപ്പൊ കണ്ടിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്തായാലും വലിയ റിലീഫ്. അല്ല, അത് ഞാൻ തന്നെയായിരുന്നു. ഏ അല്ല, സീനിയർ ബേക്ക് ചങ് നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. എടാ, നീ എങ്ങനെയാണി? ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും നീ ചെയ്തില്ലല്ലോ. നീ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇല്ല. അങ്ങനെ വരാൻ ഇ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നീ നിന്റെ തല ഉപയോഗിച്ച് കാണുമല്ലോ. നീ ഒന്നും തന്നെ നീ സീനിയർ ബേക്കിനെ ഇടിച്ചില്ലല്ലോ. അല്ലെങ്കിൽ സീനിയർ ബേക്കിനെ നീ ഇടിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഉം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നീയൊക്കെ എന്താടാ വിചാരിച്ചാ ഞാൻ വല്ല കൊച്ചുകുട്ടിയാണെന്നോ? ഓഹ്! എന്റെ ചങ്ങ ഇപ്പഴാടാ സമാധാനായത്. എനിക്ക് തന്നെ വിശ്വാസമായിരുന്നു നീ ഒന്നും ചെയ്യത്തില്ലെന്ന്. ഒന്നുമില്ലെങ്കിലോ നീ അങ്ങനത്തെ മണ്ടത്തരങ്ങളും ചെയ്യത്തില്ലല്ലോ. ഞാനവനെ ഇടിച്ചൊന്നുമില്ല. ഞാനവനെ ഇടിച്ച് തൂറിച്ചതേ ഉള്ളൂ. ഹോ! ഭാഗ്യം നീ അവനെ ഇടിച്ച് ഏഹ് നീ നീ ഇപ്പൊ എന്താടാ പറഞ്ഞത്? നിനക്ക് ഭ്രാന്തെടാ കാലമെടാ. എന്ത് കാര്യത്തിലാടാ നീ നിന്റെ സീനിയറെ പിടിച്ചെടുത്തത്? ഇനി നിന്നെ ഉറപ്പായിട്ടും ഇവിടുന്ന് മാറി നിക്കടാന്ന് പറഞ്ഞ് പെട്ടെന്ന് നനച്ചാടി ഒരു സൈഡിലേക്ക് ഇട്ടു. നീ എന്താ ഞാൻ വിഡ്ഢിയാണെന്ന് വിചാരിച്ചോ? ഞാൻ ചെയ്തതിൻ്റെയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞാൻ ഏറ്റെടുക്കും. അതിലുപരി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. പറഞ്ഞ് മനസ്സിലാക്ക്. ആശു, ഇവൻ ശരിക്കും ഒരു ഭ്രാന്തൻ തന്നെയാണ്. അയ്യോ! ഇങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇവൻ ഓൾറെഡി സീനിയറിനെ പിടിച്ചിടിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? ബ്രദർ, പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് എന്തായാലും ഇനി വരും. അല്ല, സീനിയർ എന്നാ പറഞ്ഞു? അല്ലല്ല, സീനിയറിന് എന്തെങ്കിലും പറയാനുള്ള ആരോഗ്യം വേണ്ടേ നീ പിടിച്ചിടിച്ചെങ്കിൽ? അവനെന്നോട് ചോദിച്ചു അവനെ സ്ട്രോങ്ങറാക്കി മാറ്റാൻ പറ്റുമോന്ന്. ഏ പെട്ടെന്ന് അവര് മുഖം വന്ന് നോക്കി. അല്ലടാ, അത് ഏ പറഞ്ഞു വരാൻ നേരത്ത് അത് വളരെ നോർമലുള്ള കാര്യമാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നത്. നമ്മളും അല്ല, പക്ഷെ അവൻ ഇവന്റെ സീനിയറല്ലേ? നമ്മളും ഇവന്റെ സീനിയർ ബ്രദേഴ്സ് ആയിരുന്നു. ആ, ശരിയാണ്. അല്ല, അപ്പ നീ നീ അത് എഗ്രി ചെയ്തോ? ഇല്ല. ഞാൻ വീണ്ടും പിടിച്ചിടിച്ച്. എന്തിന്? അല്ല, ഞാൻ എന്തിനാണ് മിന്നാവനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ആദ്യം പിടിച്ചിടിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലായിരുന്നു. പിന്നെ കിട്ടണവരെ നീ എന്നാലും വിചാരിക്കുന്നത് വേണ്ട. മാറി കിടന്നുറങ്ങാൻ നോക്ക്. കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എഴുന്നേൽക്കാൻ നേരത്ത് പതുക്കെ മനസ്സിലാക്കിക്കോളൂ. ഞാൻ എന്തായാലും പോകുവാണെന്ന് പറഞ്ഞ് ചിങ്മിങ് അവന്റെ റൂമിലേക്ക് പോയി. എടാ, ഇവൻ ശരിക്കും പിടിച്ചിടിച്ച് കാണുമോ? അവൻ ചുമ്മാ തമാശ പറയുകയല്ലേ? സീനിയർ ബ്രദർ, കുറച്ച് നാളുകൊണ്ട് എനിക്കൊരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇവൻ വെറുതെ വായ്ത്താളം. രണ്ടാമത് ഇവൻ കള്ളം പറയാറുമില്ല. ഉം. അതെനിക്കും അറിയാടാ. അപ്പോ ആ നായിന്റെ മകൻ സീനിയേഴ്സിനെ ടീം ചെയ്തല്ലേ? ഇനി മൗണ്ട് ഹൊസക്കിന് എന്ത് സംഭവിക്കും? പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അവർ രണ്ടുപേരും അവിടെ നിപ്പുണ്ടായിരുന്നു. ആര് നോക്കിക്കൊണ്ട്. അവരിതുവരെ ഇവിടെ എത്തിയില്ലല്ലോ. സത്യം പറഞ്ഞാ അവരിവിടേക്ക് വന്ന് ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്ന ടൈം ആയല്ലോ. ഇനിയെങ്ങാനും അവൻ സീരിയസ് ആയിട്ടാണോ? അവൻ പറഞ്ഞത് അവൻ കൈകാര്യം ചെയ്തു എന്നാണ്. പക്ഷെ അതാണ് പേടി. ഇവന്റെ കൈകാര്യം ചെയ്യുന്ന രീതി. അല്ല, ഇന്ന് ശരിക്കും കൊയറ്റാണല്ലോ. അപ്പൊ ചങ്മിങ് ശരിക്കും സീനിയർ ബ്രദറിനെ പിടിച്ച് ഏ അവനെന്തായാലും കള്ളം പറയാൻ ചാൻസ് ഇല്ല. മേ ബി അത് തന്നെയായിരിക്കും. അല്ല, അപ്പൊ സീനിയർ ബ്രദർ ചങ്മിങ് ഇവിടെ എല്ലാവരെക്കാട്ടും സ്ട്രോങ്ങർ ആയിരിക്കുമോ? നീ എന്തിനാണ് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അത് ഒബ്വിയസ് അല്ലേ? അല്ല, അപ്പോ സദേൺ എനർജി സെക്കിനെതിരെ അവൻ എന്തെങ്കിലും അല്ല, ചങ്മിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ലേ? ഒന്നുമില്ലെങ്കിലും സീനിയർ ബേക്കിനെ അവൻ പിടിച്ചിടിക്കുന്നുണ്ടെങ്കിൽ അല്ല, സീനിയർ ബേക്കിനെ വൺ സൈഡിലായിരിക്കും അവൻ ഇടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ശരിയാണ്. ചെങ്മിങ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ചെങ്മിങ് മാത്രം കൊണ്ട് ഇവിടെ എന്താണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? അല്ല, കാര്യങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആകത്തില്ലേ? ശരിയാണ്, ഒരു മാർഷൽ മാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ജിങ്ഹോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാർഷൽ മാസ്റ്ററിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് ഫെയിം എന്തായാലും കിട്ടും. പക്ഷേ അതിലുപരി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെങ്മിങ് എപ്പോൾ മൗണ്ട് ഹോസക്ട് വിട്ടു പോന്നോ അന്ന് മൗണ്ട് ഹോസക്ട് വീണ്ടും പഴയ പോലെയാകും. നമുക്ക് ഈ സെഗ്നെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെങ്മിങ് മാത്രം പോരാ, അവനെപ്പോലെ നമ്മൾ ഓരോരുത്തരും സ്ട്രോങ്ങറായി മാറണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ മൗണ്ട് ഹോസക്കിനി പഴയ പോലെ ശരിയാണ്. താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്തായാലും സദേൺ എഡിസെക്കിന്റെ ആ ഒരു കോൺഫറൻസിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് നടക്കും. ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്. അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നെങ്കിൽ മൗണ്ട് ഹോസക്കിനെ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കുന്ന ഒരാളായിട്ട് ചെങ്മൈ മാറും. അല്ലെങ്കിൽ ഈ സെക്കിനെ തന്നെ ഒരു ഡിക്റ്റേറ്ററായിട്ട് പതുക്കെ റൂൾ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്നാണ് അവരൊരു ശബ്ദം കേട്ട് നേരെ തിരിഞ്ഞു നോക്കിയത്.
ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും പഠിപ്പിക്കാനില്ലെന്ന്. ഇല്ല, ആ സോഡ് ഓഫ് ദി യൂമീഡിയൻ അത് പറഞ്ഞതാ. നീ നിന്റെ ഗ്രാൻഡ് സീനിയേഴ്സിന്റെ ഒക്കെ പോയി ചോദിക്ക്. അല്ല, ആ ടെക്നിക്ക് ഒരു പെണ്ണുങ്ങളുടെ ടെക്നിക്കാണ്, അവർക്ക് അതിനെപ്പറ്റി എന്ന് പറഞ്ഞൂടാ. അതുകൊള്ളാം, ഞാൻ എന്നെ വല്ല പെണ്ണാണെന്ന് വെച്ചുകൊണ്ട് ചങ്ങങ്ങാട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവള് അവന്റെ പുറകെയാണ്. അല്ല സീനിയർ ബ്രദർ, സീനിയർ യു ഇത്ര സംസാരിക്കുമായിരുന്നോ? ആർക്കറിയാം. ഇതേ സമയത്ത് മുകളിലിരുന്നുകൊണ്ട് രണ്ടുപേരും ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. ചങ്മങ് ഓടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവനും കാണുന്നിടത്ത് അവന് ശരിക്കും ദേഷ്യം വരും. സീനിയർ ബ്രദർ, ഇവനങ്ങോട്ട് വിട്ടുകളയാൻ പോകുവാണോ? ഒന്നുമില്ലെങ്കിലും അവൻ ഇതൊരു പാഠം പഠിച്ചിട്ടില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നേരിട്ട് അവനെ പണിഷ് ചെയ്യാം. പണിഷ് ചെയ്യാനോ? ആര്? നീയോ? എന്ത്? ഏലില്ല, മറന്നേക്ക്. സത്യം പറയല്ലോ, അവരെന്നെ പിടിച്ചിടിച്ച കാര്യം പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ അത്ര നന്നായിട്ട് എന്നെ പിടിച്ചിടിച്ചിട്ട് പോലും എൻ്റെ ശരീരത്ത് എക്സ്റ്റേണലി ഒരു വൂണ്ട് പോലും ഇല്ല. അവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. അല്ല, താങ്കൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളതിന് തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? അതാണ് എനിക്കൊന്നും മനസ്സിലാത്തത്. കാര്യം നമ്മൾ ഇതുവരെ ഇവിടെ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് മേലടാ ഇനി അവൻ്റെ തല്ലി മേടിച്ച് കൂട്ടാനായിട്ട്. അതുകൊണ്ടാണ്. നീ തന്നെ ആലോചിച്ച് നോക്കുക, സദേൺ അടിച്ച സെക്റ്റായിട്ട് ഇനി അധികം സമയമൊന്നുമില്ല ആ ഒരു കോൺഫറൻസിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ട്രെയിനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരെ. എക്സ്റ്റേണലി ഒരു വലിയ അഫെയർ വരാൻ നേരത്ത് ഇന്റർണൽ അഫയേഴ്സ് കൊണ്ട് നടക്കുന്നത് ഒട്ടും നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്തത്. ശരിയാണ്, തേർഡ് ക്ലാസ് ഡിസിപ്ലിൻസ് ആരും തന്നെ നമ്മുടെ എനിമീസ് അല്ല. എന്നാൽ നമ്മുടെ എനിമീസ് എന്ന് പറഞ്ഞ് സദേൺ അടിച്ച സെക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരിയാൻ പോകുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഐസൊലേഷൻ ട്രെയിനിങ് ചെയ്തതെന്ന്? സീനിയർ ബ്രദർ, താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മനസ്സ് ചെറുതായിട്ട് ഒന്ന് കുലുങ്ങി. ഇല്ല, തെറ്റ് പറ്റിയത് എനിക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ലക്കിയാണ്. നീ എങ്ങാനും ഇതെല്ലാം ഞാനല്ലേ തുടങ്ങിയെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ ഉത്തരമില്ലായിരുന്നു. നീ എന്തായാലും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൽ റിയലി താങ്ക്സ്. തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ്റെ കാര്യമല്ലേ, അതെന്തായാലും ആ ഒരു കോൺഫറൻസ് കഴിയാൻ നേരത്ത് നമുക്ക് കാണാം. യെസ് സീനിയർ ബ്രദർ എന്ന് പറഞ്ഞ് അവൻ നേരെ തിരിച്ചുപോയി. ആ ടൈമിൽ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയും ചെയ്യും, സത്യം പറയല്ലോ, ഈ ഒരു കോൺഫറൻസ് കഴിയുന്നിടത്ത് നിങ്ങളുടെ എല്ലാവരും തന്നെ ആ ഒരു പെരുമാറ്റം പതുക്കെ മാറിക്കോളും. കാര്യം നിങ്ങളിനി കാണാൻ പോകുന്നത് ഒട്ടും അവിശ്വസനീയമായ കാര്യങ്ങളായിരിക്കും. അതാർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഞെട്ടിത്തരിക്കാൻ പോവുകയാണ്. കാര്യം സൗത്ത് ഇന്ത്യൻ സെക്ടിൻ്റെ ഈ ഒരു കോൺഫറൻസ് ചെറിയൊരു വ്യത്യാസം കാണും. ആൻഡ് അതിലുപരി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാനിവിടെ ചെയ്യുകയും ചെയ്യണം. 2 വർഷത്തിന് മുമ്പത്തെ പോലെ ഒരിക്കലും ആകാൻ പാടില്ല. അതിനുപരി അവൻ എന്തായാലും ഇത്തവണ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കൊട്ടും സമയം കളയാനുമില്ല. ഇത്തവണ എന്ത് വിലകൊടുത്തും ഞാൻ എൻ്റെ വേർത്ത് പ്രൂവ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞ് നടക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. ഹേ ഗൈസ്, ഗോവയിൽ പോയിട്ട് വന്നിട്ട് നല്ല പനിയും പിടിച്ചാണ് വന്നത്. ടു ബി ഫ്രാങ്ക്, അങ്ങോട്ട് പോകുന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് പനി പിടിച്ചാണ്. ഗോവയിലുണ്ടായിരുന്ന 4 ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. ആൻഡ് തിരിച്ചു വന്നതിന് ശേഷം അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഗോവയിലെ വ്ളോഗും ഞാൻ എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും തന്നെ ഉടനെ വരുന്നതായിരിക്കും. ഇഷ്ടമാണെങ്കിൽ അതും കൂടെ എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട.